നമസ്കാരം, ഞാൻ ശിവാനി. ഫീക്ക ടോക്കിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു. എൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫീക്ക ടോക്ക് എന്നായിരിക്കും ഇനി മുതൽ എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ സ്റ്റാർട്ടിങ് നിങ്ങളോട് പറയാം. കാരണം ഫീക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വീഡനിൽ ഞങ്ങളൊരു കോഫി ബ്രേക്ക് എടുക്കും. ലൈക്ക് ഇൻ ബിറ്റ്വീൻ വർക്ക് നമ്മളെല്ലാവരും ഒരു കോഫി ബ്രേക്ക് എടുക്കും. ആ കോഫി ബ്രേക്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് അല്ലെങ്കിൽ കേക്ക് വിത്ത് ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ വാട്ട് എവർ യു ലൈക്ക് ടു ഡ്രിങ്ക്, അങ്ങനെ ഒരു കോഫി ബ്രേക്ക് എടുക്കുക. അതിന് ഫീക്ക എന്ന് പറയും. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ കുറേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ എല്ലാം മറന്ന് നിങ്ങൾ ഫ്രണ്ടിൻ്റെ കൂടെ ചിറ്റ് അല്ലെങ്കിൽ സ്മോൾ ടോക്ക് ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങൾ അപ്പോൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നത്, അതിൻ്റെ ബേസിൽ നിങ്ങൾ സംസാരിച്ച് ഫുഡ് ആ കോഫിയും ആ സ്വീറ്റും കഴിക്കുന്നു. സ്വീറ്റും തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ കഴിക്കാം. പക്ഷെ മെയിൻലി എല്ലാവരും സ്വീറ്റ്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ആ ഫീക്ക എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഫീക്ക കൺസെപ്റ്റ് എന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഫീക്ക ടോക്കിൽ കുടിക്കുന്നത് പച്ചവെള്ളമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. കാരണം ഇമീഡിയറ്റ് ആയിട്ട് വന്നിട്ടൊരു ഐഡിയ ആണ്. എൻ്റെ ഹസ്ബൻഡ് അക്ഷയ് എന്നോട് പറഞ്ഞു, നീ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് പറ, എപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം, എല്ലാവരും പറയുന്ന കാര്യമല്ല, അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഫീക്കയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫീക്ക ടോക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി മുതൽ നീ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നിൻ്റെ ഫീക്ക, അതായത് നീ എന്താണോ അല്ലെങ്കിൽ ആ ഫീക്ക ബ്രേക്കിൽ നീ എന്താണോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഇന്ന് വെള്ളമാണ്, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ ആൾക്കാർ കുറച്ചും കൂടി ക്യൂരിയസ് ആയിരിക്കും ഇന്ന് എന്തായിരിക്കും. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ട്രേഡ് മാർക്ക് പോലെ ആവുമല്ലോ. അപ്പോൾ വൺസ് അഗെയിൻ എൻ്റെ ഫീക്ക ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിൻലി എൻ്റെ ആനിവേഴ്സറിക്ക് അക്ഷയ് തന്ന എന്തൊക്കെ ഗിഫ്റ്റ്സ് ആണോ അത് നമുക്ക് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പിന്നെ വേറൊരു ഫൺ ഫാക്ട്, ഞാൻ ഈ ലോങ് ഫോം വീഡിയോ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എൻ്റെ അച്ഛനാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലവ് യു സോ മച്ച്, താങ്ക് യു അച്ഛാ. എൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അച്ഛൻ ഒരു സോഷ്യൽ മീഡിയ സ്മാർട്ട് ഫോൺ വരെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. കാലി യൂട്യൂബ് മാത്രമേ നോക്കുള്ളൂ, അതും ഫോണിലല്ല ടി വിയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അച്ഛൻ എന്നോട് വീഡിയോ കോൾസിലൊന്നും അത്ര സംസാരിക്കാറില്ല, ടൈം കിട്ടാറില്ല. അപ്പോൾ ടി വിയിലിരുന്ന് ഇതൊക്കെ കാണുന്ന അച്ഛന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് ഫോം വീഡിയോ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അച്ഛാ, ഇഫ് യു ആർ വാച്ചിങ്, ലോട്ട്സ് ഓഫ് ലവ്, എൻജോയ് ദ വീഡിയോ. പിന്നെ നിങ്ങളോട് എനിക്ക് ഒന്നും കൂടി താങ്ക്സ് പറയാൻ ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്. എല്ലാ കമൻസും എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ കുറേ സന്തോഷമായി. ഇനി ഇതൊരു 100K സബ്സ്ക്രൈബേഴ്സിലോട്ടേക്ക് അതായത് ഉടനൊന്നും ആവില്ല, എന്നാലും ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആനിവേഴ്സറിക്ക് അക്ഷയ് എന്തൊക്കെ ഗിഫ്റ്റ് തന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ സ്വീഡനിലെ, ഐ തിങ്ക് സ്വീഡനിലെ അല്ലേ അതോ യൂറോപ്പിലുള്ള ഇതാണോ ഇത്? ഐ തിങ്ക് യൂറോപ്പിലുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ കിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഈ സ്കിൻ കെയർ, മേക്കപ്പ്, പിന്നെ പെർഫ്യൂംസ്, അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് ആനിവേഴ്സറി അന്ന് അക്ഷയ് എനിക്ക് പറഞ്ഞു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതെന്താണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു 1 ടേക്ക് വീഡിയോ ആണ്, കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ടൈമില്ല. ഇപ്പോൾ ഇവിടെ സമയം 9:45, 10 ആവാനായി. അപ്പോൾ ഞാൻ വെച്ചാൽ ക്വിക്കായിട്ട് നമുക്കൊരു വീഡിയോ ഇടാം, കാരണം 2-3 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരു ടോപ്പിക് ഉണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫേവറേറ്റ് തിങ്ങാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഗുച്ചിയുടെ പെർഫ്യൂമായ, എനിക്കറിയത്തില്ല കാണാൻ പറ്റുന്നതാണ് കാരണം സിനിമാറ്റിക് വീഡിയോ ആണല്ലോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് ഗുച്ചിയുടെ ഫ്ലോറ. ഇത് റീസെൻ്റ് ആയിട്ടുള്ളൊരു ലോഞ്ചാണ്. സ്മെൽസ് ഹെവൻലി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അക്ഷയനോട് പറഞ്ഞു എനിക്ക് ഗുച്ചിയുടെ ഫ്ലോറയുടെ വാങ്ങണമെന്ന്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേര് ഗുച്ചി ഫ്ലോറ ഗോർജിയസ് മഗ്നോലിയ എന്നാണ് കേട്ടോ. അത്ര കാണൂല, ഞാൻ ഫോട്ടോ ഇടാം. അപ്പോൾ എനിക്കിത് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടു, ലൈക്ക് നല്ല പെർഫ്യൂമാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിത് വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ അക്ഷയനോട് പറഞ്ഞു, അപ്പോൾ അക്ഷയ് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. എനിക്ക് വേറെ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഷോർട്ട് ഫോം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് സാരില്ല, നമുക്ക് ലോങ് ഫോം. എൻ്റെ ഏട്ടൻ കണ്ടാൽ അവൻ എന്നെ തെറി വിളിക്കും കേട്ടോ, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഇത്രയൊക്കെ കാശ് വേസ്റ്റ് ആക്കിയെന്നുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും അല്ലേ വാങ്ങത്തുള്ളൂ. അപ്പോൾ അക്ഷയ് എന്നോട് പറഞ്ഞു
കുറച്ച് ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ കളക്ഷൻ ഉണ്ടാക്കിയോ, എപ്പോൾ നോക്കിയാലും വെറുതെ കിട്ടിയൊന്നും വാരി വാങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം കേട്ടോ, നല്ല മണമുണ്ട്. ഇതാണ് നമ്മുടെ പെർഫ്യൂം, ഗുച്ചി ഫ്ലോറ. എനിക്ക് ലാവൻഡർ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മെയിൻലി ആ ഒരു കളറും എന്തോ ഭാഗ്യവശാൽ ഇതിൻ്റെ സ്മെല്ലും നല്ല അടിപൊളിയാണ്. കണ്ടോ, ഇത് കണ്ടോ, എൻ്റെ ഫസ്റ്റ് ഗുച്ചി പർച്ചേസ് ആണ് കേട്ടോ. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗുച്ചി, ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഓ മൈ ഗോഡ് ബേബി, this is so good. Oh my god, this is baby super is rare. Enjoy. Can you just smell this? Yeah. എൻ്റെ മോനെ, ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത്രക്കും. കാരണം ഞാനിവിടെ 3 കളർ ട്രൈ ചെയ്തു. ഗ്രീൻ ഉണ്ട്, വയലറ്റ് ഉണ്ട്. സൂപ്പർ അല്ലേ? ഗ്രീൻ ഉണ്ട്, വയലറ്റ് ഉണ്ട്, പിന്നെ ഏതാ ഉണ്ടായത്? പിങ്ക്. അപ്പോൾ പിങ്ക് ആണ് എൻ്റെ കൈൻഡ് ഓഫ് ഇഷ്ടമുള്ള കളർ. പക്ഷെ ലാവൻഡർ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷെ എനിക്കിത് അടിക്കാൻ വരെ തോന്നുന്നില്ല, അത്രയ്ക്കും. ഞാൻ നെക്കി തന്നെ അടിക്കട്ടെ. ഉഫ് പിപ്പി, വേറെ ലെവലാണ് കേട്ടോ. സത്യം പറയുന്നതാണ്. ലൈക്ക് നിങ്ങൾക്ക് ഗുച്ചിയുടെ ഒരു പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് വയലറ്റ്. ഞാൻ 3 ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നല്ല അടിപൊളിയുണ്ട്. എനിക്ക് അധികം റാൻസ് ഒന്നും ചെയ്യണ്ട, പക്ഷേ നല്ല ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്ലീസ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ഞാൻ 2 ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഗ്രീനും പിങ്കും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത്, മാത്രമല്ല മോസ്റ്റ് ഓഫ് ദ പീപ്പിൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇതിൻ്റെ പേര് ഗുച്ചി ഫ്ലോറ ഗോർജിയസ് മാഗ്നോലിയ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഒരു സാധനം. ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ ഡ്രസ്സപ്പൊക്കെ ചെയ്യുമ്പോൾ അത് ഇടാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഞാൻ സാധനം കാണിക്കുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു നല്ലൊരു ബ്രാൻഡാണ്. അതിൽ ഷെയ്ഡ് നമ്പർ 03 കോല പോപ്പ്. ഇത് നല്ലൊരു കളറാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഇത് ട്രയൽ പ്രോഡക്റ്റ്, ടെസ്റ്റിംഗ് പ്രോഡക്റ്റ്, സോറി. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ്, ഓ മൈ ഗോഡ്. ഇതിൻ്റെ ഈ കളർ ഏതാണോ അതേ കളറാണ് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ കളർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് തന്നെ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അധികം ഇടുന്നില്ല. ഉഫ്, ഗുച്ചിയുടെ മണം. ഉഫ്, ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് 03 കോല പോപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയാം എങ്ങനെയുണ്ട് ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ തന്നെ ലിപ്സ്റ്റിക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ മറ്റേ പർച്ചേസ്. നെക്സ്റ്റ് പർച്ചേസ് ലിപ്സ്റ്റിക് തന്നെയാണ്, അതും ക്ലിനിക്കിൽ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 04 ബേജ് പോപ്പ്. ഇത് കുറച്ചും കൂടി ലൈറ്റാണ് കേട്ടോ. ഞാൻ അവിടുന്ന് ലൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതേ കളറാണ്, ഇത് ഏതാണോ നിങ്ങൾ കളർ തോന്നുന്നത് അതേ കളറാണ്. അപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ എനിക്ക് കൈൻഡ് ഓഫ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ ലിപ്സിൽ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇപ്പം ഞാൻ ട്രൈ ചെയ്യുന്നില്ല ഇതിൻ്റെ മുകളിൽ. പക്ഷേ ഇതാണ് കേട്ടോ കളറ്, കൈൻഡ് ഓഫ് നൈസ് കളർ. എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനറിയാം. ലിപ്പ് ലൈനറിൻ്റെ കൂടെ ഇട്ടാൽ നല്ല രസമുണ്ടാവും കാണാൻ. പിന്നെ അത് ക്ലിനിക്കിൻ്റെ തന്നെ മസ്കാരയാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇപ്പം ഞാൻ ട്രൈ ചെയ്യുന്നില്ല. കാരണം വേറൊരു വീഡിയോ ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചുതരാം. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് പ്രത്യേകിച്ച് പറയണം. കൈൻഡ് ഓഫ് മിഡ് നൈറ്റ് ഗ്രീൻ ഇല്ലേ, ഐഫോണിൻ്റെ ഒക്കെ ഒരു കളർ ഉണ്ടായിരുന്നു റീസെൻറ്റ് ലോഞ്ചിൻ്റെ. ഇങ്ങനെ കാണിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇങ്ങനെ കാണിക്കാം. ക്ലിനിക്കിൻ്റെ എന്ത് കാണാലും. പക്ഷേ ഇത് ഒരു മിഡ് നൈറ്റ് ഗ്രീൻ കളറാണ്. നല്ല നല്ല പാക്കേജിങ്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
കണ്ടോ, നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഇതും പിന്നെ ഐ വാസ് സോ ലക്കി ദാറ്റ് ഡേ. അവർ പറഞ്ഞു നീ 3 ബ്രാൻഡ് വാങ്ങിയതുകൊണ്ട് യു ക്യാൻ ടേക്ക് എ ഗിഫ്റ്റ് വൗച്ചർ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് അവരുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആയിട്ടാണ് കിട്ടിയത്. ഈ ഒരു കവർ എനിക്ക് ബാഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സ്മോൾ ട്രാവലിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ചെറിയ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതിനകത്തുള്ളത് ഐ തിങ്ക് ക്ലിനിക്കിൻ്റെ പ്രൊഡക്ട്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അല്ല, ക്ലിനിക് ബ്രാൻഡല്ല, എസ്റ്റേ ലോഡർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. പക്ഷെ നല്ലൊരു ബ്രാൻഡാണ്. അതിൽ ഇതിൻ്റെ പാക്കേജിങ്ങും ക്യൂട്ടാണ്. ഇതിൽ ഒന്ന് അണ്ടർ ഐ ക്രീമാണ്, മറ്റൊന്ന് ഐ ബാമാണ്. ഓക്കെ, പിന്നെ ഇതൊരു ക്ലെൻസറാണ്. അതും സെയിം എസ്റ്റേ ലോഡർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ ഇത് ക്യൂട്ടാണ് കേട്ടോ പാക്കേജിങ്. ഇത് നൈറ്റ് റിപ്പയർ സിറം എന്ന് പറഞ്ഞവർ. ഓക്കെ, ഇതും നല്ല, ഇവരുടെ പാക്കേജിങ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ മാത്രമല്ല ഇതിലെ പ്രോഡക്റ്റും നല്ലതാണെന്ന് എനിക്ക് അറിയാം. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ റീസെൻ്റായിട്ട് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ എന്ത് ഇൻഫോർമേഷനാണോ അവർ തന്നിരിക്കുന്നത്, ലൈക്ക് ഒരു പ്രോഡക്റ്റ് കൺസിസ്റ്റൻറ്റും അവർ പറയുന്ന പോലെ യൂസ് ചെയ്താൽ അണ്ടർ ഐസ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് പോകുമെന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി പോവും. അത് ഞാൻ റീസെൻ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയത്. ഞങ്ങൾ പണ്ടൊക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ അത് അവർ പറയുന്ന പോലെ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമുള്ള തോന്നിയ പോലെ യൂസ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ആ പറഞ്ഞ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാനൊരു പുതിയ റൂള് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഡെഫിനറ്റ്ലി കിട്ടും കേട്ടോ. അതൊരു ടിപ്പാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ആനിവേഴ്സറി കിട്ടിയ ഗിഫ്റ്റ്. എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഗിഫ്റ്റ് ഞാൻ ഒന്നും കൂടി പറയണ്ടല്ലോ, വല്ലാത്തൊരു മണമാണ് കേട്ടോ. ഇപ്പം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഗുച്ചി ഫ്ലോറ, അടിപൊളി. അയ്യോ, എൻ്റെ ലിപ്സ്റ്റിക് ആയി സാറില്ല. അടിപൊളി, നല്ല സ്മെല്ല്. നിങ്ങളുടെ വൈഫ്സിനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് ഗുച്ചി ഫ്ലോറ ഗോർജിയസ് മാഗ്നോലിയ. ഐ ക്യാൻ വൗച്ച് ഓൺ ദാറ്റ്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിലൊരു ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അക്ഷയുടെ ഓഫീസിലെ ഫ്രണ്ട്സ് ആയിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. എല്ലാവരും അല്ല, കാരണം നമ്മളെല്ലാവർക്കും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആനിവേഴ്സറി സെലിബ്രേഷൻ എന്നല്ല കേട്ടോ പറഞ്ഞത്. എനിക്ക് ലൈസൻസ്, അതെ, വേറൊരു കാര്യം, എനിക്ക് യൂറോപ്യൻ ലൈസൻസ് കിട്ടി സ്വീഡനിൽ. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഒരു അച്ചീവ്മെൻ്റ് ആണ്, ബാക്കിയുള്ള അറിയില്ല. അപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലോസ് ആണ് അവർ. അപ്പോൾ അവർ എനിക്ക് തന്ന ഗിഫ്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് ആണ് ലാവൻഡർ ഫ്ലവേഴ്സ്. ലാവൻഡർ പൂക്കളുടെ ചെടിയാണ് കേട്ടോ. ഇത് അവർ ഇക്കിയയിൽ നിന്നാണ് വാങ്ങിയത്. ഇക്കിയയിൽ ഇവിടെ കിട്ടും, ഇന്ത്യയിലും കിട്ടും എന്ന് തോന്നുന്നു. മണമുണ്ട് ഗൈസ്, മണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഗിഫ്റ്റ്. നല്ല രസമല്ലേ? പിന്നെ അവർ തന്നത് ഒരു റൂമിലെ ഫ്രഷ്നറാണ്. ഇത് അവർ ഇവിടുത്തെ റുസ്ത എന്ന് പറഞ്ഞൊരു കടയിൽ കിട്ടും, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. റൂം ഫ്രഷ്നർ, ഇത് നല്ല സ്മെല്ലുണ്ട്. പിന്നെ അവർ തന്നത് ഒരു ഫോട്ടോ ഫ്രെയിമിൽ നമ്മുടെ ഫോട്ടോ ഇട്ട് തന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. പിന്നെ ചോക്ലേറ്റ്സും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് അൺബോക്സ് ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. സോറി, അക്ഷയ് എനിക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോയുടെ മെയിൻ ഗോൾ. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ഗുച്ചി എങ്ങനെ സ്മെല്ല് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അവിടെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ 3 കളേഴ്സ് ഒന്നിച്ച് ട്രൈ ചെയ്തപ്പോൾ എന്നെ മിക്സായി, എനിക്ക് മനസ്സിലായില്ല. ഒരു ടൈമിൽ ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു, ഓ മൈ ഗോഡ്, ഞാൻ കറക്റ്റ് ഇത് പെർഫ്യൂം തന്നെയാണോ ചൂസ് ചെയ്തത് ആ 3 എണ്ണത്തിൽ നിന്ന്. ഇപ്പം ഐ ആം വെരി ഷുവർ ഞാൻ എടുത്തത് ബെസ്റ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ്, ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് സിനിമാറ്റിക് മോഡിലാണ് കേട്ടോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര സൂം ചെയ്ത് കാണിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് തോന്നുന്നു ഒരു സാധനം ഞാൻ കാണിക്കാൻ വിട്ടുപോയി, സോറി, വെരി സോറി. ഇത്
ക്യൂട്ടായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. മിൽക്ക് വൈറ്റ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഇൻ്റർനെറ്റിലും ഫേമസ് ആയിട്ടുള്ള ഒരു മിൽക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള നെയിൽ പോളിഷ് ഞാൻ നഖം വളർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വി ഷേപ്പാണ്, ആൽമണ്ട് ഷേപ്പ്. ലിപ്സ്റ്റിക് എന്നാ പറഞ്ഞേ? ഐ എം സോ സോറി, നെയിൽ പോളിഷ് കേട്ടോ, ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് അതിൻ്റെ സോറി. അപ്പോൾ മിൽക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ്. നിങ്ങളും മിൽക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള മിൽക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള നെയിൽ പോളിഷാണ്. എനിക്ക് അത് ട്രൈ ചെയ്യണമെന്നും കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ പോയിട്ട് കുറേ ആയി. കാരണം എനിക്ക് വേണ്ട ഷോപ്പിംഗ് ഒക്കെ ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് കുറേ ആയപ്പോൾ ഞാൻ അവിടെ തന്നെ ചോദിച്ചു മിൽക്ക് വൈറ്റ് കളർ നെയിൽ പോളിഷ് ഉണ്ടോയെന്ന്. അപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങോട്ട് വാങ്ങിച്ചു. അപ്പം ഞാനിത് ട്രൈ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടുതരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എനിക്ക് അക്ഷയ് തന്ന ഗിഫ്റ്റ്. എൻ്റെ ഒരു വേറൊരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ബിഗ് ഗിഫ്റ്റ് അവൻ എനിക്ക് തന്നിട്ടുണ്ട്. അതിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. അതൊരു വെർച്വൽ ഗിഫ്റ്റാണ്, കൈൻഡ് ഓഫ് ബെസ്റ്റ് ഗിഫ്റ്റാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ മെയ് മന്ത് ബർത്ത്ഡേ മന്തും ആനിവേഴ്സറി മന്തുമാണ്. പ്ലസ് നമുക്ക് രണ്ടുപേർക്കും യൂറോപ്യൻ ലൈസൻസ് കിട്ടിയതും മെയ് മാസത്തിലാണ്. അപ്പോൾ മെയ് ഈസ് ഗോണ ബി എ ഹാപ്പി മന്ത് അല്ലെങ്കിൽ സെലിബ്രേഷൻ മന്ത് ഫോർ അസ്. അപ്പോൾ അതാണ് ഈ വീഡിയോയിലെ മെയിൻ ഗോൾ. ആനിവേഴ്സറി ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് ഞാൻ ഷോർട്സിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് യൂറോപ്യൻ ലൈസൻസ് കിട്ടിയ കാര്യം. പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്, അച്ഛൻ യൂട്യൂബ്, എൻ്റെ ടി വിയിൽ മാത്രമേ യൂട്യൂബൊക്കെ കാണുള്ളൂ, സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ലോങ് ഫോം വീഡിയോ. അപ്പോൾ മാത്രമല്ല എൻ്റെ ഫസ്റ്റ് ലോങ് ഫോം വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയുണ്ടാവും അതിൻ്റെ റെസ്പോൺസ്, എങ്ങനെയാണ് ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്തെന്നൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാത്രമല്ല എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോങ് ഫോം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിവേയ്സ്, ഇത്രയാണ് ഇന്നത്തെ ഫീക്ക ടോക്ക്. ഇതാണ് കേട്ടോ എൻ്റെ ക്യൂട്ട് കപ്പ്. ക്യൂട്ടല്ലേ, ഒരു ക്യൂട്ട് ബെയർ. എനിക്ക് ക്യൂട്ട് സ്റ്റഫ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഫീക്ക ടോക്കിൽ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഐ വിൽ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ അവിടെ ആക്റ്റീവാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരുപാട് നന്ദി. താങ്ക്സ് അഗെയിൻ ഫോർ ദ 100 സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതെന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. മാത്രമല്ല, അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ അല്ലെങ്കിൽ നൈസ് time with your family and friends. Take care of yourself. Stay healthy. ആരോഗ്യം നോക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം നോക്കുക, നന്നായി ജീവിക്കുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു. ബൈ ബൈ. അല്ലേ ബേബി? ഹാവ് എ ഗുഡ് ലൈഫ്. ബൈ ബൈ.